ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഡാറ്റ ഫ്ലോയിനെ കുറിച്ച് വേണ്ടി പറയാനായിട്ടാണ്. ഞാൻ ഡാറ്റ ഫ്ലോ എന്താണ് ഇമ്പോർട്ടൻസ്, എന്താണ് ഡാറ്റ ഫ്ലോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് എങ്ങനെ ഒരു ഡാറ്റ ഫ്ലോ നമ്മൾ ഓൺ ആയിട്ട് അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ഗൈഡ് ലൈൻ ആണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഡാറ്റ ഫ്ലോയ്ക്ക് ആവശ്യമുള്ളത്, ആൻഡ് ഡാറ്റ ഫ്ലോ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ആണിത്. ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോൾ നേഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ നേഴ്സസിനും എന്താ പറയാ, ഇപ്പൊ നമ്മൾ വൺസ് എവിടെയെങ്കിലും ഒരു അക്കാഡമിയിലോ എവിടെയാണെങ്കിലും ഇതാക്കുവാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഡാറ്റ ഫ്ലോയിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടും അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി വെരിഫിക്കേഷൻ ആണ് ഡാറ്റ ഫ്ലോ. അതായത് പ്രൈമറി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മുടെ പഠിച്ചിറങ്ങിയ ഡിപ്ലോമ ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ ഗുഡ്, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പോലീസ് കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട്, ഇപ്പൊ നമ്മളിപ്പോ വേറൊരു കൺട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇതൊക്കെ കറക്റ്റ് അല്ല ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല, ഫേക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല എന്നതൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അത് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഹെൽപ്പ് അതോറിറ്റി കൊടുക്കും, കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ അതിനുള്ള ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡാറ്റ ഫ്ലോ കമ്പനിയാണ് നമുക്ക് ഇത് എന്ത് ചെയ്യുക, എല്ലാം വെരിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്കൊരു പോസിറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് നമുക്ക് തരുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താൻ പറ്റുള്ളൂ, UK എവിടെ ഏത് ലൈസൻസും എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ വൺസ് നമ്മൾ ഇപ്പൊ എക്സാം എഴുതി പാസ്സായിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് വേണം, ഈ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് എലിജിബിലിറ്റി അപ്ലൈ ചെയ്താൽ നമുക്ക് എലിജിബിലിറ്റി ലെറ്റർ കിട്ടുള്ളൂ. അതായത് ലൈസൻസിന്റെ ആദ്യ ഘടകം എന്ന് പറയുന്നത് ലൈസൻസ്. പിന്നെ ആ എലിജിബിലിറ്റി ലെറ്റർ ആണ് നമ്മൾ എന്താക്കുന്നത്, ലൈസൻസിലേക്ക് അതാത് കമ്പനി ഹോസ്പിറ്റൽ ഓർ ക്ലിനിക്കിന്റെ അണ്ടറിൽ എന്താക്കുന്നത്, ലൈസൻസ് ആയിട്ട് ആക്ടിവേറ്റ് ആക്കുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റ ഫ്ലോ ഏത് അതോറിറ്റിയിലാണ് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ DH ആണോ, DOH ആണോ, MOH ആണോ. DH എന്ന് പറഞ്ഞാൽ ദുബായിലേക്ക് വരാനായിട്ട്, MOH എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, അതായത് ഫുജറ, അജ്മാൻ, ഷാർജ അങ്ങനത്തെ ഏരിയയിലുള്ള എമിറേറ്റ്സ്. അതുപോലെ DOH എന്ന് പറഞ്ഞാൽ അലൈൻ, അബുദാബി അങ്ങനത്തെ. അപ്പൊ നിങ്ങൾ ഏത് അതോറിറ്റിയുടെ അണ്ടറിലാണ് ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ എന്താക്കുക, കൺഫേം ചെയ്യുക. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നത്, അതായത് ഇപ്പൊ ഓരോ ഇപ്പൊ DH ആണെങ്കിലും DOH MOH ഓരോ പോർട്ടൽ ഉണ്ട്. അതായത് പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഷെയാൻ പോർട്ടൽ പോലെ DH DOH ഒക്കെ ഓരോ പോർട്ടൽ ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ളത്. ആ ഒരു പോർട്ടൽ സെലക്ട് ചെയ്യുക, മീൻസ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. വൺസ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്റ്റർ ഫോർ ദ ന്യൂ ലൈസൻസ് എന്നുള്ളൊരു ഞാൻ ഇവിടെ പിക്ചർ കൊടുത്തേക്കാം, അതിന്റെ ഡീറ്റെയിൽസും അതുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, ന്യൂ ലൈസൻസിനുള്ള അപ്ലിക്കേഷന്റെ ഒരു സൈറ്റ് ഓപ്പൺ ആയി കിട്ടും. വൺസ് അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇമെയിൽ ID നമ്മുടെ കാര്യങ്ങളും അതിൽ ചോദിക്കുന്ന 1 by 1 ആയിട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മളൊരു ഇമെയിൽ ID ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യും. ഇതിപ്പോ നിങ്ങൾ ചെയ്തില്ലെങ്കിലും വൺസ് നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിലോ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ അണ്ടറിൽ ചെയ്യുവാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യും, എടുത്ത് തരാറുണ്ട്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID പാസ്വേഡ് ആണ്. നിങ്ങളുടെ കറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID കറക്റ്റ് ആയിട്ടുള്ളത് തന്നെ കൊടുക്കുക. എന്നിട്ട് അതിലേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, വൺസ് ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ചു തരുന്നതും. അതുപോലെ തന്നെ നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ പോലും നമുക്ക് വൺസ് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ യൂസർ ID പാസ്വേഡും വേണം. അപ്പൊ അത് ഉറപ്പായിട്ടും നിങ്ങൾ എവിടെയും കളയരുത്. അതായത് പുതിയതോ അങ്ങനെയൊന്നും കൊടുക്കരുത്. നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മെയിലും പാസ്വേഡും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നോക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അതായത് നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട്, മസ്റ്റ് ആയിട്ട് പാസ്പോർട്ട് വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റ്, അതായത് ഡിഗ്രി ഓ ഡിപ്ലോമ രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പണ്ട് 2 year എക്സ്പീരിയൻസ് വെക്കണമായിരുന്നു. ഇനിയിപ്പോ ഇല്ലെങ്കിലും ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാണ്ടും ഡാറ്റ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് 2 year എക്സ്പീരിയൻസിന്റെ സർട്ടിഫിക്കറ്റ് വെക്കണം. അതുപോലെ തന്നെ BLS സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഡാറ്റ ഫ്ലോ അപ്ലിക്കേഷന് വേണ്ടിയിട്ട്
ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. വൺസ് നിങ്ങൾ ഇതിപ്പോ ആ ഒരു പോർട്ടൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 by 1 ആയിട്ട് ചോദിക്കും. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം സ്കാൻ ചെയ്ത് കളർ കോപ്പി തന്നെ വേണം കേട്ടോ. അപ്പൊ മസ്റ്റ് ആയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്ത് നമ്മുടെ ഒരു PDF ആക്കി ഇടുവാണെങ്കിൽ എളുപ്പനെ നമുക്ക് എന്താക്കാൻ പറ്റും, അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു പേയ്മെന്റ് അടയ്ക്കണം. അതായത് യൂഷ്വലി നമ്മൾ ഓൺ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 900 to 1200 AED ആണ് വരുന്നത്. ഞാൻ ദറംസ് ആട്ടോ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അത്രയും ദറംസ് ആണ് വൺസ് നമ്മൾ ഓൺ ആയിട്ട് ചെയ്യുന്നത്. ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ എമിറേറ്റ്സ് ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ. നിങ്ങളിപ്പോ 2-3 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് 1 year ആയിട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് 1 year, അപ്പൊ നിങ്ങൾ 2 സ്ഥലത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് 2 ആയിട്ടാണ് അവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് മിനിമം 2 year വേണമല്ലോ. അപ്പം നിങ്ങൾ വെക്കുമ്പോൾ അപ്പൊ അത് നിങ്ങൾ 2 സ്ഥലത്തിലേക്കായിട്ടാണ് വെക്കണമെങ്കിൽ അപ്പൊ എന്താക്കും, അതിന് എക്സ്ട്രാ നിങ്ങൾക്ക് എന്താവും, ക്യാഷ് എക്സ്ട്രാ വരുന്നുണ്ട്. എക്സ്പീരിയൻസ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ ഫ്രഷർ ആയിട്ട് ചെയ്യുമ്പോൾ അത് ഫ്രഷർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പോവും. നമ്മൾ വിത്ത് എക്സ്പീരിയൻസ് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതനുസരിച്ച് ചാൻസ് മോർ കിട്ടും. ഇല്ലാണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ മിനിമം വരുന്നത് 9000 to 1200 AED ഉള്ളിലാണ് ക്യാഷ് വരുന്നത്. അതും നമുക്ക് ഓൺലൈനിൽ പോർട്ടലായിട്ട്, നമുക്ക് പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് ഓൺലൈനിലായിട്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, എമിറേറ്റ്സും എന്താ പറയാ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന അതോറിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് വെക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഇതിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ സർവീസ് ചാർജും കൂടി ഈടാക്കുന്നുണ്ട്. അപ്പോൾ എമൗണ്ട് കുറച്ചും കൂടി വ്യത്യാസമാവുന്നുണ്ട്. ഇതാണ് അടുത്ത ഘട്ടം, അതായത് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും, അവർ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ പഠിച്ച സ്ഥലത്ത്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചത്, അതുപോലെ തന്നെ നമ്മുടെ കോളേജ്, ഇവിടെ എല്ലാം എന്ത് ചെയ്യും, ഡാറ്റ ഫ്ലോ കമ്പനി വെരിഫിക്കേഷൻ നടത്തും. ഒന്നില്ലെങ്കിൽ മെയിൽ ത്രൂ അവർ എന്ത് ചെയ്യും, ചോദിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് അതാത് കൺസേൺ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ ഡയറക്റ്റ് വിളിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവർക്ക് അത് ബോധ്യമായി ഇത് ഫേക്ക് അല്ല, ഇത് ഒറിജിനൽ തന്നെയാണെന്നുള്ള അറിയുമ്പോൾ നമുക്ക് എന്താക്കും കിട്ടുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് കിട്ടും. അതിപ്പോ നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ വെച്ചിട്ടുള്ളത് അതെല്ലാം അവർ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്താ പറയാ, ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു PDF കിട്ടും. അപ്പൊ നമ്മൾ വെച്ചതിന്റെ എല്ലായിടത്തെയും സംഭവങ്ങളും ആക്കിയിട്ട് മൊത്തത്തിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ പ്രൈമറി വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. വൺസ് ഇത് പോസിറ്റീവായി കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ലൈസൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഈ സംഭവം നമുക്ക് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ എക്സാം പാസ്സായാൽ പോലും നിങ്ങൾക്ക് എലിജിബിലിറ്റി എടുക്കാനായിട്ട് പറ്റില്ല. എലിജിബിലിറ്റി എടുത്തില്ലെങ്കിൽ എന്താവും, ലൈസൻസ് ആവില്ല. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൊടുക്കുമ്പോൾ എല്ലാം നല്ല എന്താ പറയാ, കറക്റ്റ് ആയിട്ടുള്ളതും വിളിച്ചാൽ കിട്ടുന്നതും കറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളും ഡോക്യുമെന്റ്സും എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. വൺസ് ഇത് കഴിഞ്ഞ് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, ഷെയർ പോർട്ടലോ അല്ലെങ്കിൽ അതാത് പോർട്ടലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് ഒരു ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനും അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അതെങ്ങനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.